ജനസഭയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാനാഞ്ചിറയും മിഠായി തെരുവുമുള്ള കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലാണ് ജനസഭ ഇന്ന് ചേരുന്നത്. മുതലക്കുളം മൈതാനത്താണ് ജനസഭ ഇന്ന് ചേരുന്നത്. കോഴിക്കോടിൻ്റെ രാഷ്ട്രീയ മനസ്സ് ആർക്കൊപ്പമാണ് എന്നാണ് ജനസഭ പരിശോധിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും ജനഹിതമറിയാനാണ് ജനൻ ടി വി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോടിൻ്റെ പൊതുചിത്രം പരിശോധിച്ചാൽ സിറ്റിംഗ് എം പി കോൺഗ്രസിലെ എം കെ രാഘവൻ, അദ്ദേഹം 4ാം തവണയും ജനവിധി തേടുന്നു. ഇടതുമുന്നണിയിലെ CPM നേതാവ് ശ്രീ എളമരം കരീമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് BJP നേതാവ് ശ്രീ MT രമേശാണ്. വളരെ ശക്തമായൊരു ത്രികോണ മത്സരത്തിനാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഇക്കുറി സാക്ഷ്യം വഹിക്കുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച 3 മുന്നണികളുടെയും പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ പരിചയപ്പെടാം. UDFനെ പ്രതിനിധീകരിച്ച് CUC സ്റ്റേറ്റ് കോർഡിനേറ്റർ ശ്രീ വിനോദ് മേക്കോത്താണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് പ്രവാസി സംഘത്തിൻ്റെ സംസ്ഥാന ട്രഷറർ ശ്രീ ബാദുഷ കടലുണ്ടിയാണ് ജനസഭയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ശ്രീ ബാദുഷയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. NDA പ്രതിനിധീകരിച്ച് BJPയുടെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ ശ്രീ VK സജീവനാണ് പങ്കെടുക്കുന്നത്. 3 അതിഥികളെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരെയും ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2 മണിക്കൂറാണ് ജനസഭ ചേരുന്നത്. തത്സമയ സംപ്രേഷണമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു സംവാദമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വോട്ടർമാർ സഹകരിക്കും എന്ന് തന്നെ പ്രത്യാശിക്കുന്നു. ഞാൻ ഈ സംവാദം ശ്രീ വിനോദ് മേക്കോത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. സിറ്റിംഗ് MP MK രാഘവൻ 4ാം തവണയും ജനവിധി തേടുന്നു. വീണ്ടും അദ്ദേഹം ജയിച്ചു കയറുമെന്ന പ്രതീക്ഷ തന്നെയാണോ ഉള്ളത്? വികസനമാണോ, കോഴിക്കോടിൻ്റെ വികസനമാണോ പ്രധാനമായും UDF വോട്ടർമാരുടെ മുന്നിൽ വയ്ക്കുന്നത്? തീർച്ചയായും 15 വർഷം മുമ്പ് കേരളത്തിലേക്ക് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് കടന്നു വന്ന MK രാഘവൻ, അന്ന് അദ്ദേഹത്തിൻ്റെ നാമം അപരിചിതമായ ഒരു നാമമായിരുന്നു കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ 15 വർഷം കഴിയുമ്പോൾ ഇന്ന് കോഴിക്കോട്ടെ ഓരോ വോട്ടറുടെയും മനസ്സിൽ രാഘവേട്ടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം അടയാളപ്പെടുത്തപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ കാലയളവിലെ ശ്രദ്ധേയമായ സൂക്ഷ്മമായ പ്രവർത്തനങ്ങളുടെ ഫലമായി നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലാണ്. ആ അർത്ഥത്തിലുള്ള ഒരു വികസനം കേരളത്തിലെ എന്നല്ല രാജ്യത്തെ തന്നെ മറ്റേതെങ്കിലും MP-മാരുടെ ഭാഗത്ത് നിന്ന് ഒരു നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ആ രീതിയിൽ വലിയ വലിയ പദ്ധതികൾ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നത് കൂടാതെ സൂക്ഷ്മതലത്തിൽ ഒരു ഗ്രാമത്തിലെ ചെറിയ ഒരു പാത്വേ നവീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ സമഗ്രതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞ ഒരു പാർലമെൻറ്റ് അംഗമാണ് കോഴിക്കോട്ട് ശ്രീ MK രാഘവൻ. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിൻ്റെ ഇവിടേക്ക് കടന്നു വന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ അദ്ദേഹം കടന്നു വന്ന നടന്നു തീർത്ത പാതകളിൽ ഈ കോഴിക്കോട്ടെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ അംഗീകാരത്തിൻ്റെ അളവിൻ്റെ ആക്കവും തൂക്കവും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ തെരഞ്ഞെടുപ്പിലും പല മടങ്ങ് അദ്ദേഹം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് അദ്ദേഹത്തിന് ജനങ്ങൾ വീണ്ടും വീണ്ടും വിശ്വാസം അർപ്പിക്കുന്നതിൻ്റെ തെളിവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനം കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എന്നതുകൂടെ അതിൻ്റെ കൂടെ രാജ്യം ഇന്ന് നേരിടുന്ന വലിയ വെല്ലുവിളികളെ നേരിടുന്നതിനാവശ്യമായ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്നതുകൂടി ഇതിൻ്റെ ഭാഗമാണ് എന്നുകൂടി ചേർത്ത് വയ്ക്കുകയാണ്. ശ്രീ ബാദുഷ, ഇമ്പിച്ചി ബാവ, അതുപോലെ MP വീരേന്ദ്രകുമാർ, ഇടതുമുന്നണിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ച മണ്ഡലമാണ് കോഴിക്കോട്, അല്ലേ? ഇക്കുറി ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ? അതിനാണോ എളമരം കരീമിനെ ഇറക്കിയിരിക്കുന്നത് രംഗത്ത്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. 2021 തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ച് പരിശോധിച്ചാൽ 1,16,923 വോട്ടിൻ്റെ ലീഡുള്ള മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി. അതിനുശേഷം നാം ചേർത്തിയ പുതിയ വോട്ടുകളും കൂടി ചേർത്ത് വെച്ചാൽ ഏതാണ്ട് 1.5 ലക്ഷം വോട്ടുകൾക്ക് അടിത്തറയുള്ള ഒരു മണ്ഡലത്തിലാണ് എളമരം കരീം മത്സരിക്കുന്നത്.
2019 രാഷ്ട്രീയമല്ല ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നത്. 15 വർഷം പാഴായി പോയിട്ടുള്ള രാഘവൻ്റെ MP-യുടെ പ്രവർത്തനം, അത് ഈ നാടിന് പാഴായിപ്പോയ ഒരു 15 വർഷമാണ്. എണ്ണി പറയാൻ ഒന്നുമില്ലാത്ത ഈ മണ്ഡലം, ഏതെങ്കിലും ഒന്ന് തൊട്ട് കാണിക്കാൻ പോലും ഈ മണ്ഡലത്തിലില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു ചെറിയ പരിപാടിയിലേക്കാണ് പോയതെന്നാണ്. MP-യെ പറഞ്ഞയക്കുന്നത് ചെറിയ പരിപാടി ചെയ്യാനല്ല, വലിയ പദ്ധതികൾ എന്തെങ്കിലും ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്ന് പറയാൻ വേണ്ടി കഴിയുമോ? ആരൊക്കെയോ ചെയ്ത പദ്ധതികൾ തൻ്റേതാക്കി മാറ്റുന്ന അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള പുസ്തകത്തിൽ പോലും 2004 ഫോട്ടോ കോപ്പി എടുത്തിട്ട് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ 75 കോടി രൂപ ഈ MP-യുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും നിലക്ക് അദ്ദേഹം നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു, നഗരവികസന വകുപ്പിൻ്റെ ജൻഡ്രം പദ്ധതിയിൽ ഈ കോഴിക്കോടിനെ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞ് വ്യാപകമായി ഫ്ലക്സ് വെച്ചിരുന്നു. ഈ രാഘവൻ ഫ്ലക്സിന് വേണ്ടി ചെലവഴിച്ച കാശുണ്ടായിരുന്നു എങ്കിൽ ഈ നാട്ടിൽ 10 പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി കഴിയുമായിരുന്നു. അത്രമാത്രം ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇല്ലാത്ത വികസനം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. മെട്രോ സിറ്റി ലോകത്ത് നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് 100-ൽ സിറ്റികൾ ഇന്ന് മെട്രോ സിറ്റികളായിട്ട് കേന്ദ്രത്തിൻ്റെ നഗരവികസന വകുപ്പിൻ്റെ ഭാഗമായിട്ട് മാറി. ഈ കോഴിക്കോട്, കൊച്ചിയും തിരുവനന്തപുരം വന്നപ്പോൾ ഈ കോഴിക്കോട് ആ മെട്രോ സിറ്റിയുടെ ഇതിൽ വന്നില്ല. അതുകൊണ്ട് എന്തെല്ലാം വികസനങ്ങളാണ്. നമ്മൾ 41ാം റാങ്കിലാണ് കോഴിക്കോട് സിറ്റി എന്നുള്ളത്. ആ 41ാം റാങ്കിലുള്ള സിറ്റി, ആ സിറ്റി ഇന്നും ഈ മെട്രോ സിറ്റിയുടെ പരിഗണനയിൽ കൊണ്ടുവരാൻ ഒരിടപെടലും അദ്ദേഹം നടത്തിയിട്ടില്ല. പിന്നെ എന്താണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്? ഏതെങ്കിലും നിലയിൽ അദ്ദേഹം പറയട്ടെ. അദ്ദേഹം മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രമാണ് പറയുന്നത്. എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ? എയിംസ് കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പാലിച്ചോ? ഇന്നും എയിംസ് കൊണ്ടുവരുന്ന ഇപ്പോഴും എഴുതി വെച്ചിരിക്കുകയാണ്. ജയിച്ച അന്ന് മുതൽ 2009 മുതൽ ഇങ്ങോട്ട് എഴുതി വെച്ചിരിക്കുകയാണ് എയിംസ് കൊണ്ടുവരുമെന്നുള്ളത്. അപ്പം വികസന രംഗത്ത് നിഷ്ക്രിയനായിട്ടുള്ള ഒരു MP-യെയാണ് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 15 വർഷം സഹിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ MP-യെ സഹിക്കാൻ കോൺഗ്രസ്സുകാർ പോലും തയ്യാറല്ല എന്ന് മണ്ഡലത്തിൻ്റെ പൾസ് അറിയുന്ന ഓരോ മനുഷ്യർക്കും അറിയാം. പിന്നെ ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടത്, ഈ രാജ്യം നേരിടുന്ന വെല്ലുവിളിയിൽ ഈ MP എടുത്ത നിലപാടെന്ത്? ഈ രാജ്യം ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ടുപോവുകയാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന അപകടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷത അപകടപ്പെടുകയാണ്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ജീവിതം സുരക്ഷിതമല്ലാതാകുകയാണ്. ഈ നിലപാടിൽ ഒരു രാഷ്ട്രീയം പറയേണ്ട ഒരു മനുഷ്യൻ ആ പാർലമെന്റിനകത്ത് പോയിട്ട് എന്തായിരുന്നു ഇതുവരെ ശബ്ദിച്ചത്? ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പാർലമെന്റിനകത്ത് പറഞ്ഞു എന്ന് ഈ MP-ക്ക് പറയാൻ വേണ്ടി കഴിയുമോ? ഏത് മനുഷ്യന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് നിങ്ങൾ 15 വർഷം പാർലമെന്റിൽ ഇരുന്നത് എന്ന് ഈ നാടിനോട് പറയാനുള്ള ഉത്തരവാദിത്വം ഈ MP-ക്കുണ്ട്. അത് പറയണം. ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. യെസ്, ശ്രീ സജീവൻ, കോഴിക്കോട് താമര വിരിയുമോ? എന്താണ് BJP-യുടെ പ്രതീക്ഷ? തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ജനങ്ങൾ ഇത്രയധികം വിശ്വസിക്കുന്ന, വിശ്വാസമർപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയും സ്വതന്ത്ര ഭാരതത്തിൽ കണ്ടിട്ടില്ല. ആ നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ രാജ്യത്തെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. അതോടൊപ്പം തന്നെ 400+ സീറ്റാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ആ 400+ൽ ഒന്നാവാനാണ് കോഴിക്കോട്ടും NDA മത്സരിക്കുന്നത്. അത് തീർച്ചയായിട്ടും കോഴിക്കോട്ട് നിന്ന് ഒരു താമര വിരിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ 2 മുന്നണികളും സൂചിപ്പിച്ച വികസനത്തിൻ്റെ കാര്യം തന്നെയാണ്. ഇന്ന് കോഴിക്കോട് ചർച്ച ചെയ്യുന്ന എല്ലാ വികസന കാര്യത്തിലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കയ്യൊപ്പുണ്ട്. ഇവിടെ നിലവിലുള്ള MP വാതോരാതെ പറയുന്ന റെയിൽവേ വികസനം, ആ റെയിൽവേ വികസനം നരേന്ദ്രമോദി സർക്കാരിൻ്റെ തനത് പദ്ധതിയായിട്ടുള്ള ABSS പദ്ധതി പ്രകാരമാണ്. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 486 കോടി രൂപയുടെ വലിയ വികസനം കോഴിക്കോട്ടേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അത് പറയുന്ന സമയത്ത് മുൻകാലത്ത് വേറെ ശുപാർശയുണ്ടായിരുന്നു, അതിൻ്റെ പിന്നിൽ ഞാനായിരുന്നു എന്നൊക്കെ MK രാഘവൻ പറയുന്നുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തനതായ പദ്ധതി എന്ന് പറയാൻ കാരണം. 2013 ഇതേ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ വലിയ സമരം നടത്തിയിട്ടുള്ള ആളാണ് മറുഭാഗത്തുള്ള സ്ഥാനാർത്ഥി എളമരം കരീം. അത് BOT വ്യവസ്ഥയിലുള്ളൊരു പദ്ധതിയായിരുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് 20 റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കാൻ വേണ്ടി കോഴിക്കോടിനെ തിരഞ്ഞെടുത്തപ്പോൾ എളമരം കരീമിൻ്റെ നേതൃത്വത്തിലാണ് അതിനെ തുരങ്കം വെച്ചുകൊണ്ടെന്ന് സമരം നടത്തിയത്. അത് പരിഹരിക്കാൻ പോലും MK രാഘവന് സാധിച്ചിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ആ പദ്ധതിയൊന്നും അല്ല ഇത്. ABSS സ്കീം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തനതായിട്ടുള്ളൊരു പദ്ധതിയാണ്. അതിലേക്ക് ഇത്രയും വലിയ തുക ഉൾപ്പെടുത്തി കോഴിക്കോട്ടുകാർക്ക് വികസനം സാധ്യമാവുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 196 കോടി രൂപയുടെ PMSSY പദ്ധതി സാധ്യമാക്കി. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയും വെങ്ങളം മുതൽ അഴിയൂർ വരെയും അവിടുന്ന് അങ്ങോട്ട് മാഹി ബൈപ്പാസും യാഥാർത്ഥ്യമാക്കിയത് മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ കോഴിക്കോട് തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ. ഈ കോഴിക്കോട് നഗരം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി അമൃത് പദ്ധതിയാണ്. ഇവിടുത്തെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നത് ഇപ്പോൾ അമൃത് പദ്ധതിയിലൂടെ. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന് അമൃത് പദ്ധതിയിൽ ഏറ്റവും ആദ്യം, രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യം സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അനുവദിച്ചിട്ടുള്ളത് കോഴിക്കോട് നഗരത്തിനാണ്. പോയ വർഷം മാത്രം, ഞാൻ എണ്ണി പറയുന്നില്ല, പോയ വർഷം മാത്രം 432 കോടി രൂപയുടെ പദ്ധതിയാണ് അമൃത് പദ്ധതിയിലൂടെ ഈ നഗരത്തിന് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്, ഈ നഗരത്തിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കോഴിക്കോട്ടെ വികസനത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിനോട് നന്ദി പറഞ്ഞുകൊണ്ട് മാത്രമേ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. ആ നന്ദി പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ജനങ്ങളത് പ്രകടിപ്പിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. യെസ് വിനോദ്, കോഴിക്കോടിൻ്റെ വികസനത്തിൽ നേരത്തെ സജീവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമല്ല. അത് അംഗീകരിക്കുന്നുണ്ടോ കോൺഗ്രസ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണല്ലോ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കേന്ദ്ര ഗവൺമെൻറ്റുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നിങ്ങൾ കോഴിക്കോടിൻ്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഏതാണ്ട് 3500 കോടി രൂപയുടെ പദ്ധതികളാണ് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ശ്രീ MK രാഘവൻ്റെ ഇനീഷ്യേറ്റീവിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം ചെലവഴിച്ചിട്ടുള്ളത്. അതായത് MP ഫണ്ടിനപ്പുറത്തുമുള്ള ശതകോടികളുടെ പദ്ധതികൾ. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ പാത്വേക്ക് വേണ്ടി സൂക്ഷ്മമായി അദ്ദേഹം ഇടപെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് മാത്രം അദ്ദേഹം പിൻ പോയിന്റ് ചെയ്ത് പറയുകയുണ്ടായി. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ വാക്ക് അദ്ദേഹം വിഴുങ്ങുകയും ചെയ്തു. പ്രിയപ്പെട്ട വിനോദ്, ശതകോടികളുടെ സഹായം ലഭിച്ചിട്ടുണ്ട്, പദ്ധതികൾ ലഭിച്ചത് UPA ഭരണകാലത്ത്. കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരിക്കുന്നു. UPA ഭരണകാലത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ പദ്ധതികൾ നടപ്പായത് UPA ഭരണകാലത്താണ്. അത് നമുക്കറിയാം. മാതൃശിശു പരിചരണ കേന്ദ്രവും പഴയ സൂപ്പർ സ്പെഷ്യാലിറ്റി കോംപ്ലക്സിനും ഇടയിലുള്ള PMSSY ബ്ലോക്ക് രാജ്യത്ത് 35 മെഡിക്കൽ കോളേജുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ്. UPA ഗവൺമെന്റിന്റെ കാലത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ PMSSY ബ്ലോക്ക് നടപ്പാക്കിയത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ 10 വർഷം വികസനം മുരടിച്ചു എന്നാണോ, അവഗണിച്ചു എന്നാണോ? തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ശ്രദ്ധേയമായ പദ്ധതികൾ കോഴിക്കോട്ട് കൊണ്ടുവരുന്നതിന് ഭരണകൂടത്തിൻ്റെ സഹകരണം വേണ്ടത്ര ഉണ്ടായിട്ടില്ല. പക്ഷേ അപ്പോൾ പോലും ശ്രീ MP എന്നുള്ള നിലയിൽ ശ്രീ MK രാഘവൻ്റെ ഇടപെടൽ എല്ലാ അർത്ഥത്തിലുമുള്ള മേഖലകളിൽ അദ്ദേഹം ബന്ധപ്പെട്ട് കോഴിക്കോടിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. PMSSY ബ്ലോക്ക് മാത്രമല്ല, ഇംഖാൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അതിനെതിരെ നിന്നത് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന 2017 അതിനെതിരെ സമരവുമായി രംഗത്ത് വന്നു. ആ സമരത്തിൽ പങ്കെടുക്കാൻ ശ്രീ MK രാഘവനെ ക്ഷണിക്കുന്ന തരത്തിൽ പോലും അദ്ദേഹം ആ നിലയിൽ പോലും മുന്നോട്ട് പോയി. പക്ഷേ അവിടെ വികസന പ്രവർത്തനങ്ങൾ അന്ന് മുരടിച്ചു പോയത്. ഇവിടെ 2020 ആ പദ്ധതി പൂർത്തിയാകേണ്ടതായിരുന്നു. അതിന് തടസ്സം നിന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള സമരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കോഴിക്കോട് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എടുത്തെടുത്ത് പറയാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട്. 400 ചില്ലാനും കോടി രൂപയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതി 2017
അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ആ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അത് കഴിഞ്ഞത്. 2014 ശേഷമാണ്. 2014 ശേഷം UPA സർക്കാരിന്റെ കാലത്ത് MP എന്നുള്ള നിലയിൽ കൂടുതൽ പദ്ധതികൾ കൂടുതൽ പദ്ധതികൾ, പക്ഷേ അതിൽ നടപ്പാക്കിയ വലിയ തോതിലുള്ള പദ്ധതികൾ UPA ഗവൺമെന്റിന്റെ കാലത്തുള്ളവയാണ്. എൻഹാൻസ് ആണെങ്കിലും PMSSY ആണെങ്കിലും ടെർഷറി ക്യാൻസർ സെന്റർ ആണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള നടപടികളെല്ലാം നടപ്പാക്കാൻ കഴിഞ്ഞത് UPA ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്, ആ കാലഘട്ടത്തിലാണ്. അതിനുശേഷം നമുക്കറിയാം NDAയുടെ ഭരണകാലത്ത് MP-യുടെ പ്രാദേശിക വികസന ഫണ്ട് പോലും 2 വർഷത്തേക്ക് നിർത്തലാക്കിയ ഭരണകൂടമാണ് ഈ രാജ്യത്ത് അധികാരത്തിൽ ഇരിക്കുന്നത്. ആ രണ്ട് വർഷം MP-ക്ക് പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന ആ ഫണ്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറയ്ക്കുകയുണ്ടായി. അതാണ് ഈ ഗവൺമെന്റുമായിട്ട് നമുക്ക് പറയാവുന്ന MP-മാർ എന്ന നിലയിൽ വികസന പ്രവർത്തനം നടത്താൻ കഴിയുന്ന അവസരങ്ങൾ നിഷേധിച്ചൊരു ഗവൺമെന്റാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഈ പറഞ്ഞ അവഗണനയുണ്ടോ? എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ MP-യുടെ വായിൽ നിന്ന് തന്നെ കേട്ടത് ഇതൊക്കെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതിയാണ്, പക്ഷെ ഞാനാണ് ഇതൊക്കെ ഇവിടത്തേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഞാൻ ബഹുമാനനായിട്ടുള്ള വിനോദോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടം നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. കേരളത്തിലെ എല്ലാ MP-മാരും പിന്തുണക്കുന്ന ഒരു സർക്കാരായിരുന്നു. അപ്പോഴും 5 വർഷം ഈ MK രാഘവൻ ഇവിടെ MP ആയിരുന്നു. ഞാൻ ബഹുമാന്യനായിട്ടുള്ള വിനോദിനെ വെല്ലുവിളിക്കുകയാണ്. ഈ റെയിൽവേ വികസനമൊക്കെ MK രാഘവൻ്റെ നേട്ടമാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ 10 വർഷത്തിനുള്ളിൽ കൊണ്ടുവന്നിട്ടുള്ള വെറും ഒരു 5000 കോടി ഉറുപ്പ്യൻ്റെ ഒരു പദ്ധതി ഒന്ന് വെളിപ്പെടുത്താൻ ഞാൻ വിനോദിനെ വെളിപ്പെടുത്തി. ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നതിലപ്പുറമുള്ള വലിയ സാധ്യതയൊന്നുമില്ല, ഒരു പരിഗണനയൊന്നും കൊടുക്കേണ്ട റെയിൽവേ സ്റ്റേഷനല്ല. വലിയ തോതിലുള്ള ജംഗ്ഷനോ അത്തരത്തിലുള്ള വലിയ സാധ്യതയുള്ള ധാരാളം റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യത്തുണ്ട്. പക്ഷേ ഇവിടെ നടപ്പാക്കിയ 20 റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ റെയിൽവേ സ്റ്റേഷനെ തെരഞ്ഞെടുക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഇടപെടൽ കോഴിക്കോട് പാർലമെന്റ് അംഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. എന്തുകൊണ്ട് 303 MP-മാരുണ്ടല്ലോ ഈ പാർലമെന്റിൽ? ബി ജെ പിക്ക് 303 പാർലമെന്റ് അംഗങ്ങളുണ്ട്. എത്ര റെയിൽവേ സ്റ്റേഷനുകൾ ഈ രാജ്യത്തുണ്ട്? എന്തുകൊണ്ട് 20 റെയിൽവേ സ്റ്റേഷനുകൾ തെരഞ്ഞെടുത്തപ്പോൾ കോഴിക്കോടെത്തി? നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ MP-യുടെ ഓഫീസിൽ വന്നാൽ കാണാം 300-400 പേജുള്ള ഫയല് ഈ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ട്. അദ്ദേഹം വിവിധ ഓഫീസുകളുമായി വിവിധ മന്ത്രാലയവുമായി അദ്ദേഹം നടത്തിയ ഇടപെടലിൻ്റെ കത്തിടപാടിൻ്റെ രേഖകളാണത്. അത്തരത്തിൽ സ്ഥായിയായ സ്ഥിരമായ ഉത്സാഹത്തോടു കൂടിയുള്ള വിനോദം, താങ്കൾ നേരത്തെ പറഞ്ഞത് പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ഒരു സ്റ്റേഷനല്ല ഇത്, ജംഗ്ഷൻ അല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയല്ലോ. പക്ഷേ എങ്കിലും റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായും. എന്തുകൊണ്ട് 20? എന്തുകൊണ്ട് ഈ രാജ്യത്തെ മറ്റുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകൾക്കും ആ പരിഗണന കൊടുക്കുന്നില്ല? ഇത്തരത്തിലുള്ള അന്താരാഷ്ട്രവൽക്കരണത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത 20 റെയിൽവേ സ്റ്റേഷനുകളിൽ കോഴിക്കോട് ഉൾപ്പെടുന്നത് അതിന്റെ MP-യുടെ ഒരു ചിന്തയും പ്രവൃത്തിയും ഇല്ലാതെയാണ് എന്ന് പറയുന്നത് അസംബന്ധമല്ലേ? അല്ലെ ശ്രീ സജീവ നേരത്തെ ചോദിച്ചത് കാതലായിട്ടുള്ളൊരു തെറ്റുണ്ട് ഈ പറയുന്നതിൽ. എന്തോ അദ്ദേഹത്തിന്റെ മനസ്സിലാക്കിയതിലുള്ള തെറ്റായിരിക്കാം. 2017 20 റെയിൽവേ സ്റ്റേഷന്റെ മാത്രമുള്ള വികസനമല്ല ഇപ്പോൾ കോഴിക്കോടേക്ക് വന്നിട്ടുള്ളത്. ആ പദ്ധതി BOT വ്യവസ്ഥയിലായിരുന്നു നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. ആ പദ്ധതിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ABSS പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ആ ABSS പദ്ധതിയിൽ കേരളത്തിൽ മാത്രം, അദ്ദേഹം 20 ആണല്ലോ പറയുന്നത്, കേരളത്തിൽ മാത്രം 30 സ്റ്റേഷനുണ്ട്. അതിൽ കോഴിക്കോടിൻ്റെ അതേ നിലവാരത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 8 സ്റ്റേഷനുണ്ട്. BJPൻ്റെ ഒരു MP ഇല്ല. വിനോദ് പറയുന്നത് ഞാൻ സമ്മതിക്കാം. കേരളത്തിൽ നിന്ന് BJPയുടെ ഒരു MP പോലും ഇല്ല. പക്ഷേ കോഴിക്കോട്ട് മാത്രമല്ല, തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, ചെങ്ങന്നൂരുണ്ട്, എറണാകുളത്ത് 2 സ്റ്റേഷനുണ്ട്. 2 സ്റ്റേഷനും ഈ പദ്ധതിയിൽ പെടുന്നതാണ്. തൃശ്ശൂരുണ്ട്, അതിൻ്റെ കൂടെ കോഴിക്കോട്ടുമുണ്ട്. അതിൽ കോഴിക്കോട് മാത്രം ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്നതാണ് എന്ന് ഒരാൾ പറഞ്ഞ് അതിപ്പോൾ ABSS എന്നുള്ള പദ്ധതി ഇവിടെ പേര് മാറ്റിയിട്ട് MKRS എന്നുള്ള പദ്ധതിയാക്കാനാണ് ഇവരുടെ ശ്രമം. അതൊക്കെ ഈ നാട്ടിലെ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എത്ര അതിന് വേണ്ടിയിട്ട് വാദിച്ചാലും നടക്കില്ല. കാരണം ഇവിടെ MK രാഘവൻ്റെ അഭ്യാസമൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. മാവേലി എക്സ്പ്രസ്സിന് ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ആ സ്റ്റോപ്പ് അനുവദിക്കുന്നത് എയർപോർട്ടിന് ഏറ്റവും തൊട്ടടുത്ത ഒരു സ്റ്റേഷൻ എന്ന പരിഗണന കൊടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട ട്രെയിനൊക്കെ അവിടെ സ്റ്റോപ്പ് അനുവദിക്കണം എന്ന് ആരാണ് ആവശ്യപ്പെട്ടത്? റിച്ചാർഡ് ഹേ MP ആവശ്യപ്പെട്ടു. റെയിൽവേ മന്ത്രാലയം അത് നടപ്പിലാക്കി. പിറ്റേ ദിവസം തന്നെ
ഈ ഫറൂഖ് മേഖലയിൽ MK രാഘവൻ്റെ ബോർഡ് കൊണ്ടുവച്ചു. പക്ഷേ അതിൻ്റെ ഉത്തരവിൻ്റെ കോപ്പി പുറത്തിറങ്ങി ആസ് പെർ ദി റിക്വസ്റ്റ് ഓഫ് റിച്ചാർഡ് ഹേ MP എന്ന് പുറത്തായപ്പോൾ ആ MK രാഘവൻ്റെ ബോർഡ് മാറ്റേണ്ട അവസ്ഥയും കൂടെ ഈ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വല്ലാത്ത അവകാശവാദവുമായിട്ട് ജനങ്ങളെടുത്ത് പോയാൽ ജനങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് 2004 മുതൽ 2014 വരെയുള്ള കണക്ക് പറയുന്നില്ല? അന്ന് എല്ലാവരും പിന്തുണച്ചൊരു സർക്കാരായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2014 ശേഷം ഈ കോഴിക്കോട്ടെ വികസനത്തിന് വേണ്ടി എത്ര തുക വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സിൻ്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ വേറെ വേറെ അവകാശപ്പെടേണ്ട കാര്യമില്ല. ജനങ്ങൾ കാണുകയാണ്, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ്, റെയിൽവേ സ്റ്റേഷൻ വികസനം, റോഡിൻ്റെ വികസനം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോട് കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ട് കാലമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു റോഡിൻ്റെ വിഷയമുണ്ട്. ഈ മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡിൻ്റെ വിഷയം. അത് സംസ്ഥാന സർക്കാരാണ് ഫണ്ട് അനുവദിക്കേണ്ടത്. നിങ്ങൾ സംഗതിയോ ദയനീയമായിട്ടുള്ള അവസ്ഥ. MGSനെ പോലുള്ള ഒരാളാണ് അതിൻ്റെ മുന്നിൽ നിന്ന് സമരം നയിച്ചത്. ആ MGSനെ കോടതി കയറ്റിയിട്ടുള്ള ഭരണാധികാരികളാണ് കോഴിക്കോടുള്ളത്. ഇപ്പോഴും ആ പണി നടന്നത്. ഈ ബഡ്ജറ്റിൽ ഒരു ചില്ല് നയാ പൈസ പോലും ആ റോഡിന് അനുവദിച്ചിട്ടില്ല. ഇവരൊക്കെയാണ് നരേന്ദ്രമോദി സർക്കാർ ഇവിടെ ശതകോടികൾ അനുവദിച്ചു എന്ന് വിനോദ് സമ്മതിച്ചല്ലോ. ആ ശതകോടികൾ ഒരു MP പോലും പിന്തുണയ്ക്കുന്നില്ലാത്ത ഒരു സർക്കാർ ഈ കോഴിക്കോടിന് വേണ്ടി അനുവദിച്ചിട്ടും അതിൻ്റെ അവകാശവാദം വേറെ ആളുകൾക്കാണ് എന്ന് വാദിക്കുന്നതിൻ്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ സാങ്കത്യം എന്താണെന്ന് വാദിക്കുക എന്നതിനപ്പുറത്ത് ആ വാദത്തിനപ്പുറത്ത് ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നന്ദിയാണ് ഈ തവണ പ്രകടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിക്കുന്നു. നേരത്തെ ശ്രീ സജീവനും അത് ചോദിച്ചു. അതായത് MK രാഘവൻ്റെ സ്വന്തം പദ്ധതി അദ്ദേഹം മുൻകൈ എടുത്ത് നടപ്പിലാക്കി അദ്ദേഹത്തിൻ്റെ ഒരു പെറ്റ് പ്രൊജക്റ്റ് എന്ന് പറയാൻ എന്താ ഉള്ളത് നിങ്ങൾക്ക്? ഒരു പെറ്റ് പ്രൊജക്റ്റ് ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ. PMSSY ബ്ലോക്ക് UPA ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന 120 കോടി രൂപയുടെ പദ്ധതിയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? 19 ഓപ്പറേഷൻ തിയേറ്ററുകൾ. അല്ല, അപ്പൊ 2009 ആ കാലഘട്ടത്തിൽ കൊണ്ട് പിന്നെ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. പ്രധാനപ്പെട്ട പദ്ധതികൾ ഞാൻ പറഞ്ഞല്ലോ. ഇന്ത്യയിലെ 35 മെഡിക്കൽ കോളേജുകളിൽ മാത്രം നടപ്പാക്കിയ 35 മെഡിക്കൽ കോളേജുകളിൽ മാത്രം, ഇന്ത്യയിലെ തെരഞ്ഞെടുത്ത 35 മെഡിക്കൽ കോളേജുകളിൽ മാത്രം നടപ്പാക്കിയ പദ്ധതിയാണ് PMSSY ബ്ലോക്ക്. അവിടേക്ക് കടന്നു ചെന്നാൽ കാണാം അതിന്റെ വൈവിധ്യവും വൈപുല്യവും ഒക്കെ, അതിന്റെ സാധ്യതയും ഒക്കെ. പക്ഷേ ആ സാധ്യത അതിന്റെ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ തസ്തിക നിശ്ചയിച്ച് അവിടെ നിയമനം നടത്തി അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം സംസ്ഥാന ഗവൺമെന്റ് ഒരുക്കാത്തതാണ് അതിന് കാരണം. അതല്ലാതെ പദ്ധതിയുടെ പരാജയമല്ല. അത് പൂർണ്ണ ഫുൾ സ്വിങ്ങിലേക്ക് എത്തിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സഹകരണമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും അത് പൂർണ്ണ നിലയിലേക്ക് എത്താത്തത്. അതുകൂടാതെ ട്രഷറി ക്യാൻസർ സെന്റർ, നമ്മളിവിടുത്തെ രോഗികൾ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് തിരുവനന്തപുരത്തെ RCCയിലേക്കും തലശ്ശേരിയിലെ ക്യാൻസർ സെന്ററിലേക്കും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി യാത്ര ചെയ്യേണ്ട, വളരെ പ്രയാസപ്പെട്ടു പോകേണ്ട സാഹചര്യം. എന്നാൽ ഇന്നതല്ല കോഴിക്കോടിൻ്റെ അവസ്ഥ. ഇന്ന് ക്യാൻസർ രംഗത്ത് ലഭ്യമായ ഏറ്റവും മികച്ച ചികിത്സ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നമുക്ക് നേടിയെടുക്കാൻ രാഘവേട്ടൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടിയുള്ള ചികിത്സാ കേന്ദ്രം ഇംഹാൻസ് ബംഗളൂരുവിൽ വളരെ ശ്രേഷ്ഠമായ നിലയിൽ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിന് ഒരു അനക്സ് എന്നുള്ള നിലയിൽ കോഴിക്കോട്ട് സ്ഥാപിക്കാൻ അതിനെതിരെ പോരാടിയവരാണ്. എവിടെ ഇംഹാൻസ് എന്ന് ചോദിച്ചവരാണ്. അതിനെതിരെ വലിയ തോതിൽ ആക്ഷേപം ഉന്നയിച്ചവരാണ്. അപ്പോൾ ആ ഇംഹാൻസ് കോഴിക്കോട് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇംഹാൻസിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ പേറ്റന്റ് ആർക്കാണ്? ആരുടെ പേരിലാണ് അത് രേഖപ്പെടുത്തപ്പെടേണ്ടത്? അതൊന്നും ചെയ്യാത്ത പണിക്ക് 3500 കോടി രൂപ എണ്ണി പറയാൻ കഴിയും. ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം നടപ്പാക്കിയ പദ്ധതി എണ്ണി പറയാൻ കഴിയും. അതിൽ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ. കോവിഡ് കാലത്ത് നമുക്കറിയാം, നമുക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം. കോടിക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ ഈ പറയുന്ന കമ്മ്യൂണിറ്റി കിച്ചണുകളിലേക്ക് അന്ന് പണം കൊടുക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ്. പ്രാദേശിക വികസന ഫണ്ട് പോലും ഉപയോഗിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന MP-മാർ ബുദ്ധിമുട്ടുന്ന കാലത്ത് പോലും ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഘട്ടത്തിൽ 200 കോടി രൂപയുടെ പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ അതിനാവശ്യമായ സാധനങ്ങൾ ഉൾപ്പെടെ കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ എത്തിച്ചു കൊടുത്ത ഒരു MP-യാണ് കോഴിക്കോടിൻ്റെ MP. ഞാൻ പറയുന്നത് വികസനം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കരുതലും ഈ മണ്ഡലത്തോടുള്ള ജനങ്ങളോടുള്ള സ്നേഹവും അതാണ്. നമ്മൾ ചട്ടയിൽ എഴുതി ഒട്ടിച്ചതല്ല ഇക്കയെന്നോ പിന്നെ ഒന്നും. രാഘവേട്ടൻ എന്ന് പറയുന്ന ഒരു ബാനറിൽ പോലും, ഒരു ബോർഡിൽ പോലും MK രാഘവൻ എന്നല്ലാതെ എഴുതിയിട്ടില്ല. പക്ഷെ ജനങ്ങളുടെ മനസ്സിൻ്റെ ആർദ്രതയിൽ ആ നാമം അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് രാഘവേട്ടൻ എന്ന് പറയുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഞാൻ പറഞ്ഞല്ലോ, കേവലം 800 ചില്ലാനും വോട്ട്, വലിയ തോതിലുള്ള ഭൂരിപക്ഷം. അന്നൊക്കെ എന്തായിരുന്നു CPM-ന് സംഭവിച്ചത്?
അന്നൊക്കെ LDF എന്താ സംഭവിച്ചത്? CPM പ്രതിനിധി മറുപടി പറയണം. അദ്ദേഹം ലക്ഷങ്ങളുടെ മേൽക്കൈയുള്ള മണ്ഡലമാണിതെന്ന് പറഞ്ഞു. ആര് വോട്ട് ചെയ്യാഞ്ഞിട്ടാ? ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യാഞ്ഞിട്ടാ. ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യാഞ്ഞിട്ടാണ് ഇവിടുത്തെ LDF കേന്ദ്ര കമ്മിറ്റി അംഗം അടക്കം നേരത്തെ ഏട്ടന്മാർ ഇറക്കിയിട്ടും ഒന്നും ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഒരു സൈക്കിൾ എടുത്ത് പോകേണ്ട ദൂരമേ ഉള്ളൂ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കണക്കെടുത്താൽ എവിടെ പോയി നിങ്ങളുടെ വോട്ട്? ആര് കൊണ്ടുപോകുന്നു? കോഴിക്കോട്ടെ പാളയത്തെ ഓട്ടോറിക്ഷക്കാർ പോലും ഒരു CITUവിന്റെ അഖിലേന്ത്യാ നേതാവ് മത്സരിക്കുമ്പോൾ ഒരു കൊടി അവരുടെ ഓട്ടോറിക്ഷയിൽ പതിക്കുന്നില്ലെങ്കിൽ, ഒരു കൊച്ചു സ്റ്റിക്കറെങ്കിലും അവിടെ പതിക്കുന്നില്ലെങ്കിൽ ആരുടെ പ്രശ്നമാണത്? അത് കോഴിക്കോട് മണ്ഡലത്തിൽ 1 ലക്ഷം വോട്ടിന്റെ അടുത്ത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ പോലും എളമരം കരീമിന് വേണ്ടി പ്രവർത്തിക്കുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. നിങ്ങൾ ഈ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കണം. കോൺഗ്രസിന്റെ പോസ്റ്ററുകളും കോൺഗ്രസിന്റെ ചുമരെഴുത്തും നടത്തുന്നതൊക്കെ കാശ് കൊണ്ടുപോയി കൊടുക്കുക, MP കൊണ്ടുപോയി കൊടുക്കുക. കാശ് കൊടുത്ത് നടത്തുന്ന ഇവന്റ് ഞാനിവിടെ നിങ്ങളോട് ഞാൻ തർക്കിക്കാനും ബഹളം ഉണ്ടാക്കാനും അറിയാത്ത ആളൊന്നുമല്ല നമ്മൾ നിങ്ങൾ രണ്ടുപേരും എടുക്കുമ്പോൾ ഒരു അക്ഷരം ഉണ്ടാവും അവിടെ നിൽക്കുക. അത് നമ്മളെ മാന്യത. അതിനെ ചോദ്യം ചെയ്യാൻ നിന്നാൽ പിന്നെ അത് വേണ്ട. അതുകൊണ്ട് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇവന്റ് പ്രവർത്തനങ്ങളാ. താഴെ തട്ടിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നുണ്ടോ? ഇനി ഇവിടെ നിൽക്കട്ടെ, ഞാൻ ഇവിടെ ആമുഖമായിട്ട് ഇവിടെ സജീവൻ പറഞ്ഞ കാര്യമുണ്ട്. സജീവന്റെ ധാരണ ഈ കേരളം വേറെ ഏതോ രാജ്യത്തുള്ളതാണെന്നാണോ? MP മാരില്ലാത്തതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഔദാര്യം കൊണ്ടു തരികയാണോ? ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ റെയിൽവേ ഉൾപ്പെടെയുള്ള തനത് വരുമാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ റെയിൽവേയുടെ വരുമാനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിക്ക്. കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന നികുതി വരുമാനങ്ങൾ, നികുതി GST ഇനത്തിൽ ഇപ്പോൾ കൊണ്ടുപോകുന്നത് 1,63,000 കോടി രൂപയോളം ഈ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുപോയിട്ട് ഈ സംസ്ഥാനത്തിന് കൊടുക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് RSS BJP ആണ്. അവരുടെ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന് ഔദാര്യമല്ല ഈ കേരളത്തിന് കിട്ടേണ്ടത്. ഈ നാട്ടിലെ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന നികുതി പണത്തിന്റെ അവകാശം ഈ സംസ്ഥാനത്തിനുണ്ട്. അതാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങോട്ട് തരുന്നത്. അത് നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്നോ നാഗ്പൂരിൽ നിന്നുള്ള ശാഖയിൽ നിന്നോ എടുത്തുകൊണ്ടുവരുന്ന കാശല്ല. അത് സജീവം മനസ്സിലാക്കണോ, ഈ നാട് മനസ്സിലാക്കണോ. രണ്ടാമത് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. എന്താ PSY പ്രവർത്തനം? ഒരു MP ഒരു പേപ്പർ നിവേദനം കൊടുത്താൽ കിട്ടുന്ന സാധനം വിചാരിച്ചിരിക്കുക. ഇത് കേരളത്തിലെ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ആലോചിച്ച് പ്രൊജക്ട് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി വാങ്ങിക്കൊണ്ടുവന്ന പദ്ധതിയല്ലാത്ത ഏതെങ്കിലും ഒരു പദ്ധതി അടിസ്ഥാനമായിട്ട് പറയാൻ വേണ്ടിയിട്ട് വിനോദിന് കഴിയോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എൻ്റെ പണം ചെലവഴിച്ചിട്ട് ഇന്നത് നടത്തിയെന്ന് പറയാൻ പറ്റുമോ? 75 കോടി രൂപ കിട്ടിയില്ലേ? മാതൃഭൂമി ഡയാലിസ് സെന്ററിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് നാട്ടിലെ ബിസിനസ്സുകാരൊക്കെ പണം പിരിച്ച കൂട്ടത്തിൽ ഒരു 50 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തെന്നല്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്തൊക്കെ പദ്ധതി വന്നിട്ടുണ്ട്? ആ പദ്ധതിയിൽ എവിടെയെങ്കിലും ഈ പാർലമെന്റിന്റെ അപ്പിന്റെ ഒരു ചില്ലി കാശുണ്ടോ? 8 കാര്യമാമുഞ്ഞല്ലേ പിണറായി വിജയനും വീണ ജോർജും ശ്രീമതി ടീച്ചറും ഒക്കെ കൊണ്ടുവന്ന പദ്ധതികൾ 2 കോടി രൂപ ചെലവാക്കിയിട്ട് രാജ്യസഭാ MP അവിടെ ഒരു വിശ്രമ കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ട്. എളമരം കരീം പോയി നോക്കണം. TNC MP ആയ സമയത്ത് അവിടെ ഹോം വാർഡുകൾക്ക് നടത്താൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് പ്രദീപ് കുമാർ കൊടുത്ത് കൂട്ടിരിപ്പുകാരുടെ വിശ്രമ കേന്ദ്രമുണ്ട്. അങ്ങനെ എണ്ണി പറയാൻ ഇഷ്ടം പോലെ ഈ കേരളത്തിലെ ഗവൺമെന്റോ ഇവിടുന്ന് പല മേഖലയിൽ നിന്നും പോയിട്ടുള്ള രാജ്യസഭാ MP മാരുടെയും സംഭാവനയിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങളുടെ മേലെ കയറിയിട്ട് ഇദ്ദേഹം നടക്കുക. നോക്കണം നിങ്ങൾ ഇദ്ദേഹം പറഞ്ഞു ഒരു MP ഈ ജനങ്ങളെ പറ്റിച്ചതിന്റെ എത്ര ഉദാഹരണങ്ങൾ പറയാ. ഇദ്ദേഹമല്ലേ എയിംസ് കിട്ടിയെന്ന് പറഞ്ഞ്, ഇദ്ദേഹമല്ലേ ഇവിടെ ജനറൽ പദ്ധതിയിൽ ഈ ജില്ലയെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞത്? ബേപ്പൂർ തുറമുഖം എന്താ പറഞ്ഞത്? 400 കോടി രൂപ വരുന്നത്. 400 കോടി രൂപ കൊണ്ടുവന്ന് മേൽപ്പാലത്തോട് കൂടിയിട്ടുള്ള ഒരു രാജകീയ പാത ഇതാ നാഷണൽ ഹൈവേയിലേക്കും കോഴിക്കോട്ടങ്ങാടിയിലേക്കും എന്ന് പറഞ്ഞ് പ്രകടന പത്രികയും പ്രചരണം നടത്തിയിട്ടുള്ള MP എന്ത് ചെയ്ത്? നിങ്ങൾ ഇവിടെ പഞ്ചായത്ത് മെമ്പറെക്കാളും തരണ്ട എന്ന രീതിയിലേക്കുള്ള പ്രവർത്തനത്തിനാണ് ഈ സർക്കാരിനും ആവാട്ടോ. സംസ്ഥാന സർക്കാരിന്റെ നിങ്ങൾ എടുത്തു നോക്കൂ. ഈ വികസനങ്ങളൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വികസന പ്രവർത്തനങ്ങളാ. BJPന്റെ മന്ത്രിമാർക്ക് പോലും പിണറായി വിജയന് കൈകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഗഡ്കരിക്കടക്കം ആ നാഷണൽ ഹൈവേ എത്ര കാലം നടക്കാതെ പോയതാ. ഈ UDF ഭരണം നടത്തിയിരുന്നല്ലോ. ആ നാഷണൽ ഹൈവേയിൽ കോടിക്കണക്കിന് രൂപ കേരളം അവിടുത്തെ ആളുകളെ ഒഴിപ്പിക്കാനോ അതിനാവശ്യമായിട്ടുള്ള പണം സംസ്ഥാന സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ് അതിന് വെട്ടുകിളിയും തട്ടുകിളിയും പറഞ്ഞ് സമരം നടത്തിയ RSSകാർ
BJP-ക്കാർ സമരം പക്ഷെ പണ്ട് നടത്തിയിരുന്നല്ലോ. വികസനത്തിനെതിരെ നിന്നത് CPM ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികളാണ്, അത് മറക്കരുത്. ഗെയിൽ പൈപ്പ് അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പൊ നിങ്ങളുടെ നേട്ടമായിട്ട് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അതിനടക്കം അന്ന് വികസനത്തിന് തുരങ്കം വെച്ചവരാണ് നിങ്ങൾ. ഒക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, നരേന്ദ്രമോദി തന്നാണെന്ന്. എത്ര കാലം ഉണ്ടായിരുന്നു? 2016 വന്ന പദ്ധതിയാണത്. എത്ര കാലമായി? എന്തുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല? അന്ന് ഇവിടെ നരേന്ദ്രമോദി ഇല്ലേ? അന്ന് ഇവിടെ രാഘവനില്ലേ? ഇടതുപക്ഷം പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് ആ കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്തുകൊണ്ട് ആ വികസനം പൂർത്തീകരിച്ചത്. നിഷേധിക്കാൻ വേണ്ടി കഴിയോ? എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ രീതിയിലുള്ള നുണ പറയരുത്. ഇത് കേരളമാണ്. ഈ കേരളത്തില് മത്സരം തന്നെ നടക്കുന്നത് കോൺഗ്രസ്, UDF, LDF. ഞങ്ങൾ BJP-യെ കുറിച്ച് ചർച്ച ചെയ്യാത്തതുകൊണ്ട് കേരളത്തിൽ BJP-ക്ക് എന്ത് റോളാ? കേരളത്തിൽ BJP എന്ന ചിത്രത്തിലില്ലാത്തൊരു സാധന. ഇവിടെ റോള് UDF-ഉം LDF-ഉം തമ്മിലാ. ആ മത്സരത്തിലാണ് ഞങ്ങളുള്ളത്. അല്ല, പക്ഷേ ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ അങ്ങനെയല്ലോ പറഞ്ഞത്. ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പറഞ്ഞത് ഇവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരം ഇല്ല. ഇവിടെ ത്രികോണം ഇല്ല. ഇനി എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാത്ത EP ജയരാജൻ പറഞ്ഞത്? താങ്കൾ പറഞ്ഞ പോലെ അല്ലല്ലോ മത്സരം നടക്കുന്നത്. എല്ലാവരും പറഞ്ഞത് അങ്ങനെ എങ്ങനെയാ? അല്ല, CPM ഒരു ഭ്രമയുഗത്തിലൂടെ കടന്നു പോവുകയാണ്. എന്തും പറയുന്ന രീതിയിലേക്കാണ് അവരുടെ നേതാക്കൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ ശ്രീ VK സജീവൻ ഇവിടെ പറഞ്ഞു, കോഴിക്കോട്ട് ത്രികോണ മത്സരം നടക്കുന്നു. എവിടെയാ ത്രികോണ മത്സരം? BJP തന്നെ കണ്ടെത്തിയ A ക്ലാസ് മണ്ഡലങ്ങളിൽ കോഴിക്കോട് പെടുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവരുടെ കണ്ടെത്തൽ ശരിയാകുന്നത്? ഒരു A ക്ലാസ് മണ്ഡലം പോലുമായി അവർ പോലും കണക്കാക്കാത്ത ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ എങ്ങനെ ത്രികോണം? ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും അസംബന്ധം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇതിനൊക്കെ രേഖകളുണ്ടെന്നേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP-ക്ക് ലഭിച്ച വോട്ട് വിഹിതമുണ്ടെന്നേ. അവർക്ക് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞ വോട്ടുകൾ. വിനോദ്, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ കേരളത്തിൽ എന്തിനാ ഇങ്ങനെ രണ്ട് ചേരികളിൽ നിന്ന് മത്സരിക്കുന്നത്? നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ? നിങ്ങൾ ഈ വാളയാർ ചുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തോളിൽ കൈയിട്ട് നടക്കുന്നവരല്ലേ? രാഷ്ട്രീയ കാപട്യല്ലേ അത്? ഇന്ത്യ മുന്നണി ആ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം രൂപീകരിക്കുന്ന വേളയിൽ തന്നെ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ നേതാക്കൾ. അതായത് രാജ്യത്തെ വർഗീയ ശക്തികളെ പരാജയപ്പെടുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് മാറ്റുന്നതിന് പരസ്പരം മത്സരിച്ചാൽ പോലും അത്തരത്തിലുള്ള ശക്തികൾ കയറി വരില്ല എന്നുറപ്പുള്ളിടത്ത് കഴിഞ്ഞ കാലത്ത് തുടരുന്ന രാഷ്ട്രീയ നിലപാട് തുടരുന്നതിന് പ്രയാസമില്ല. പക്ഷേ ആത്യന്തികമായി ദേശീയ തലത്തിൽ BJP-യെ പരാജയപ്പെടുത്തുന്നതിന് അത് വിഘാതമുണ്ടാക്കരുത് എന്ന് മാത്രമേ. BJP-യെ തറപറ്റിക്കാൻ ഒറ്റക്കെട്ടായി മത്സരിക്കേണ്ട ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഒരു കോമൺ മിനിമം പ്രോഗ്രാമാണ്. പക്ഷേ അത് വോട്ടർമാർക്ക് ദഹിക്കുന്നില്ല. ചരിത്രമുണ്ടല്ലോ, ആര് പറഞ്ഞു? കഴിഞ്ഞ 31-ാം തീയതി രാംലീല മൈതാനം ഒരു മനുഷ്യക്കടലായി മാറിയതാ. 28 രാഷ്ട്രീയ കക്ഷികൾ ഒറ്റ ശബ്ദത്തിൽ ഈ വർഗീയ രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തിയിരിക്കുകയാ. രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ജയിൽ എന്ന് പറയുന്നത് ആരെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ജയിലിടാമട എന്നായിരിക്കുന്നു. എന്ത് ചെയ്തു? 0.5% കൺവിക്ഷൻ റേറ്റ് ED-യുടെ. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പിടിച്ചിടാം. എവിടെ ഫലം? എന്ത് സംഭവിച്ചു? അതിന്റെ ഭാഗമായി 108 ദിവസം ചിദംബരത്തെ അകത്തിട്ടല്ലോ മതിൽ ചാടി കടന്നുകൊണ്ട്. എന്ത് സംഭവിച്ചു പിന്നീട്? വർഷങ്ങൾ എത്രയായി? ED-യുടെ കൺവിക്ഷൻ റേറ്റ് എത്രയാ? ജയിലിലിടാൻ അധികാരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും അകത്താക്കാം. ഓക്കെ സജീവൻ, താങ്കളുടെ ഒരു വിശദീകരണം കൂടി ആയി കഴിഞ്ഞാൽ എനിക്ക് ഈ ആദ്യ സെഷൻ അങ്ങ് അവസാനിപ്പിക്കാം പെട്ടെന്ന്. ഇതിൽ 1-2 കാര്യത്തിൽ മറുപടി പറയാനുണ്ട്. വിനോദ് വീണ്ടും വല്ലാതെ അവകാശവാദം ഉന്നയിച്ചു. PMSSY പദ്ധതി MK രാഘവൻ കൊണ്ടുവന്നതാണ്, UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, പണം ആരാ കൊടുത്തത്? നരേന്ദ്രമോദി സർക്കാരിന് രാഷ്ട്രീയ വിരോധം തീർക്കാനാണെങ്കിൽ ആ മെഡിക്കൽ കോളേജിലെ PMSSY ബിൽഡിങ്ങിന് കേന്ദ്രവിഹിതം 80% പണം കൊടുത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. അതിനുശേഷമാണ് പണി ആരംഭിച്ചത്. പണി അവസാനിക്കുന്നതിന് മുമ്പേ 2019 കോവിഡ് കാലഘട്ടത്തിൽ ഫ്രെയിം വർക്ക് പൂർത്തിയായ സമയത്ത് ഈ 3-4 ജില്ലയിലെ കോവിഡ് രോഗികളുടെ ആശാ കേന്ദ്രമായിട്ട് അതിനെ മാറ്റിയത് കേന്ദ്ര സർക്കാരാണ്, നരേന്ദ്രമോദി സർക്കാരാണ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. മാത്രമല്ല, ഒരു കാര്യം കൂടെ വിനോദിനോട് ഞാൻ പറയാം. മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, തൊട്ടിപ്പുറത്ത് കോട്ടപ്പുറം ആശുപത്രിയിൽ 30 കോടിയുടെ മറ്റൊരു ബിൽഡിങ് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ എടുത്തു കൊടുത്തതുണ്ട്. വടകര ഗവൺമെൻറ് ആശുപത്രിയിൽ 100 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കുകയാണ്. ഇതൊന്നും അറിയാഞ്ഞിട്ടാണോ? ഇതൊക്കെ MK രാഘവൻ്റെ പേരെഴുതി വെക്കാൻ നിർവാഹമില്ല. പക്ഷേ വിനോദ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ സമ്മതിക്കുന്നു. ഇത്രയൊക്കെ കോടികൾ
കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടും 700-ലധികം അപ്പോയിൻമെൻറ്റ് നടത്തി ആ PMSSY ബിൽഡിങ്ങിനെ ഈ 3-4 ജില്ലയിലെ രോഗികളുടെ ആശ്രയ കേന്ദ്രമാക്കേണ്ട ആ മെഡിക്കൽ കോളേജിൽ PMSSY ബിൽഡിങ്ങിൽ നാളിതുവരെ ആയിട്ടും ഒരു അപ്പോയിൻമെൻറ്റ് പോലും നടത്താത്തത് ഈ സംസ്ഥാന ഗവൺമെൻറ്റാണ്. നിങ്ങൾക്ക് പോയി നോക്കാം. ഇവിടെ 30 കോടിക്ക് എടുത്തിട്ടുള്ള കോട്ടപ്പറമ്പിലെ ആ ബിൽഡിങ്ങും ഇന്ന് അനാഥമായിട്ട് കിടക്കുകയാണ്. 30 കോടി ചെലവഴിച്ച് കേന്ദ്ര സർക്കാർ എടുത്തു കൊടുത്തിട്ടുള്ളൊരു ബിൽഡിങ് അപ്പോയിൻമെൻറ്റ് നടക്കുന്നില്ല, പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം. എല്ലാ മേഖലയിലും ഇതേപോലെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യൊപ്പ് നമുക്ക് എടുത്തു കാണിക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന് ഇദ്ദേഹം സൂചിപ്പിച്ചത് എന്താ, കേന്ദ്ര സർക്കാർ അർഹതപ്പെട്ടതൊന്നും തരുന്നില്ല എന്നുള്ളത്. തന്നതിൻ്റെ കണക്കാണ്, 3-4 പേജ് ഉണ്ട്, ഞാനത് വായിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ചർച്ചയായ ഇത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിനെ കുറിച്ചിട്ടാണല്ലോ. 2001-2022 19,891 കോടി രൂപ, 2022-2023 13,174 കോടി രൂപ, 2023-2024 4,749 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡാണ്. GST എന്തുകൊണ്ട് നന്നായിട്ട് പിരിക്കുന്നില്ല? GST ആദ്യത്തെ 2 കൊല്ലം വൈകിപ്പിച്ചതാരാ? ആ 2 കൊല്ലം വൈകിപ്പിച്ചതിന് ശേഷവും ആ 2 കൊല്ലത്തെ ആനുകൂല്യം വേണമെന്ന് കേരള സംസ്ഥാനം മാത്രം വാശി പിടിച്ചാൽ അത് ലഭിക്കുമോ? എന്തിനധികം പറയുന്നു, ഏറ്റവും ഒടുവിൽ ഈ ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് ഒരു നയാ പൈസ ഇല്ലാതെ ഫെബ്രുവരിയിൽ 71 കോടി, അതിനുശേഷം ഒരു 4,000 കോടി, ഏറ്റവും അവസാനം ഒരു 5,000 കോടി കടമെടുക്കാനുള്ള അനുവാദം. ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ ആ സുപ്രീം കോടതിയിൽ പോയപ്പോൾ അവിടെ പരാമർശിക്കൂലേ? ഈ കോട്ടുമാസമൊക്കെ ഇവിടെ നടത്തിയിട്ട് ശക്തമായിട്ടുള്ള പ്രചരണമാണ്. ഇപ്പോൾ പറഞ്ഞു അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരായിട്ടല്ല, RSS BJP എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തിനാണ് അതൊക്കെ വലിച്ചെടുക്കുന്നത് എനിക്കറിയില്ല. കേന്ദ്ര സർക്കാരിനെ പറയുമ്പോൾ സർക്കാരിനെ പറയണം. സർക്കാരിനെതിരായിട്ട് ആഞ്ഞടിക്കുക പരസ്യമായിട്ട്, കോടതിയിൽ പോകുമെന്ന് ഭീഷണിപ്പെടുത്തുക, കോടതിയിൽ പോയിട്ട് ചോദിക്കുക ഞങ്ങൾക്ക് ലോൺ എടുക്കാൻ അനുവാദം വേണം എന്നല്ലാതെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ഒരു 5 നയാ പൈസയുടെ കണക്ക് സുപ്രീം കോടതിയിൽ പറഞ്ഞോ വാദിച്ചോ? ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്തിട്ടാണല്ലോ വാദിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വലിയ അർത്ഥമൊന്നുമില്ല. മറ്റൊന്ന് പറഞ്ഞത് BJP ഇവിടെ എണ്ണത്തിലില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒന്നും കൂട്ടിയാൽ രാഷ്ട്രീയത്തിൽ 2 ആണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 തവണ ഇവിടെ ജയിക്കേണ്ടത് CPM അല്ലേ ജയിക്കേണ്ടത്? ഇവിടുത്തെ ഒരു മണ്ഡലം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ മണ്ഡലത്തിലും ജയിക്കുന്നത് LDF ആണ്. വടകരയിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ജയിക്കുന്നത് ആരാ? UDF. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഒന്നും കൂട്ടിയാൽ 2 അല്ല. അത് മാത്രമല്ല, ഇതേ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏതാണ്ട് 7 ലക്ഷത്തിലധികം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗുണഭോക്താക്കളുണ്ട്. 7 ലക്ഷത്തിലധികം, 2 ലക്ഷത്തിലധികം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകൾ തന്നെയുണ്ട്. BJP-ക്കാർ മാത്രമല്ല. BJP-ക്കാർ മാത്രമല്ല. ഞാൻ ചോദിക്കുന്നത്, ആ ജനങ്ങൾ നരേന്ദ്രമോദിയോട് നന്ദി പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇവരെന്താ അവരെ കൈവിട്ടുകളയോ? അതുകൊണ്ട് തീർച്ചയായിട്ടും ജയിക്കാൻ തന്നെയാണ് NDA മത്സരിക്കുന്നത്. ജയം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങളും പ്രവർത്തിക്കുന്നത്. യെസ്, എന്തായാലും കോഴിക്കോട് വികസനത്തിൽ തന്നെ ചർച്ച തുടങ്ങി വെക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. മറ്റ് ജനസഭകളിലൊക്കെ അത് മാറിപ്പോയിരുന്നു. എന്തായാലും കോഴിക്കോട് വികസനത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്, പ്രാമുഖ്യം നൽകുന്നുണ്ട്. വികസനവും വികസന മുരടിപ്പും അതും പരാമർശിക്കപ്പെടുന്നു. നല്ല കാര്യം. 3 മുന്നണികളുടെയും പ്രതിനിധികൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി വോട്ടർമാരുടെ ഊഴമാണ്. അവരിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യ ഇടവേള.